ഫുള്ള് മുക്കണ്ട ആവശ്യം, അപ്പം തീർന്നു പോകും പെട്ടെന്ന്. ഒറ്റ ഒന്നേ മുക്കാവും, അത് മാത്രം ഫസ്റ്റിലത്തെ. മതിയോ, കളിച്ചോ? അങ്ങനെ ഇതാ നമ്മൾ എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിന് ഉടുപ്പെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അവിടോട്ട് ഷോപ്പിലോട്ട് കയറിയത്. ഉടുപ്പും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിപ്പിക്കുകയാണ്. പറഞ്ഞു എന്തുവാ പറ. ബർത്ത്ഡേ ഇപ്പം തുടങ്ങും. നമ്മൾ ഇതെല്ലാം എടുത്ത് വെച്ചു. അപ്പുറത്തവർ വന്നു. ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ആദിത്യ. വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ്. അങ്ങനെ ഇന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മളത് കേക്ക് മേടിക്കാൻ പോവാണ്. അവർ രണ്ടുപേരും പുറകിലിരിപ്പുണ്ട്. ഒരാളവിടെ, രണ്ടുപേരും പുറകിലിരിപ്പുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേക്ക് മേടിക്കാൻ. അങ്ങനെ ഇതാ നമ്മൾ കേക്ക് മേടിക്കാൻ പോവാണ്. വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഏതൊക്കെ തരത്തിലുള്ള കേക്കുകളുണ്ടെന്ന് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ബർത്ത്ഡേക്ക് കേക്ക് വന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഓൾറെഡി യൂട്യൂബ് ചാനലുണ്ട്. കാണാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി കാണുക. ഇത് ഒരു വർഷം പടയെ തന്നെ ഓടിപ്പോയി. കാരണം ബർത്ത്ഡേ ഒക്കെ വരുന്നതും പോകുന്നതും അറിയുന്നതില്ല. കാരണം അത്ര പെട്ടെന്നാണ് ഓരോ വർഷവും കടന്നു പോകുന്നത്. നമ്മൾ കുഞ്ഞിലെ പോലെ തന്നെയാണ് ഓരോ വർഷം കടന്നു പോകുന്നത്. പക്ഷെ നമുക്ക് നമ്മൾ വലുതാന്ന് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്നായതുപോലെ തോന്നും. പിള്ളേർ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. കാരണം നമുക്ക് കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും കേക്ക് മേടിക്കാൻ പോകുമ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. വലുതാവുമ്പോൾ നമുക്കത് കുറഞ്ഞു വരും. പക്ഷേ എനിക്ക് കുഞ്ഞിലെ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഒരുപോലെ എക്സൈറ്റ്മെൻ്റ് ആണ്. ഡ്രസ്സ് എടുക്കാൻ പോകുകയാണെങ്കിലും കേക്ക് മേടിക്കാൻ പോകുമ്പോഴൊക്കെ എനിക്ക് കുട്ടിക്കാലത്തെ പോലെ തന്നെ ഞാൻ ഇപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് എന്ത് കാര്യവും ചെയ്യാറ്. ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് മുറിക്കുന്ന വീഡിയോ ഒക്കെ വരും. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ഫുൾ വ്ളോഗ് കാണാം. ഇന്നൊരു അടിപൊളി വ്ളോഗായിരിക്കും. എന്തായാലും ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. എന്തായാലും വ്ളോഗ് ഫുള്ള് കാണും. അവരെവിടെ? നിങ്ങളെവിടെ? രണ്ടുപേരും റാന്നിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും നല്ല കേക്ക് കിട്ടുന്ന ഗ്രാൻഡ് ബേക്കറിലൂടെയാണ് നമ്മളിപ്പോൾ പോണത്. കേക്ക് മേടിക്കാൻ വന്നത് ഗ്രാൻഡ് ബേക്കറിലാണ് നമ്മൾ കേക്ക് മേടിക്കാൻ വന്നത്. കുറേ കേക്ക് നോക്കി ആരുഷാണ് കേക്ക് സെലക്ട് ചെയ്തത്. സ്ട്രോബെറി ഫ്ലേവറാണ് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് കേക്ക് സെലക്ട് ചെയ്തത്. എൻ്റെ കൂട്ടുകാരൻ്റെ മൂത്ത മകനാണ് ആരുഷ്. അവനാണ് അവൻ്റെ കുഞ്ഞു പെങ്ങൾക്ക് കേക്ക് ഇപ്രാവശ്യം സെലക്ട് ചെയ്തത്. സ്ട്രോബെറി ഫ്ലേവറാണ് ഇപ്രാവശ്യം അവൻ സെലക്ട് ചെയ്തത്. ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അവന് ഇഷ്ടപ്പെട്ടത് സ്ട്രോബെറി ഫ്ലേവറാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു കേക്ക് എടുത്തു.
അങ്ങനെ ആ ചേട്ടൻ നന്നായിട്ട് ഡിസൈൻ ചെയ്ത് ആരാധ്യ എന്നുള്ള പേരൊക്കെ കേക്കിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ ഇതാ നമ്മൾ കേക്ക് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ കേക്ക് മേടിച്ചിട്ടുണ്ട്. ആ കേക്ക് എൻ്റെ മടിയിലിരിക്കുകയാണ്. കണ്ടോ ഇതാ ആര് ഒളിച്ച് നിൽക്കുന്നു. നിങ്ങൾ വലുതായി കഴിഞ്ഞാലേ നീ വലിയ ഇപ്പം എൻ്റെ അത്രയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാം, വീഡിയോ കാണാം കുഞ്ഞിലെയുള്ള നിങ്ങളുടെ രൂപം. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടെ. കൊച്ചിന് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഉടുപ്പെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പ് കയറിയിരിക്കുകയാണ്. ഇത് നമ്മൾ ആരാധ്യക്ക് ഉടുപ്പെടുക്കാൻ വന്നിരിക്കുകയാണ്. നോക്കാൻ നല്ല ഉടുപ്പ് വല്ലതും ഉണ്ടോന്ന്. ഈ ആരാധ്യ അങ്ങനെ ഇതാ നമ്മൾ പർച്ചേസും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. കുഞ്ഞിന് ഉടുപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറിയത്. നിൽക്കും നോക്കാം. സൂക്ഷിക്കാരനെ കയറിക്കോ. അങ്ങനെ ഇതാ നമ്മൾ എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിന് ഉടുപ്പെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അവിടോട്ട് ഷോപ്പിലോട്ട് കയറിയത്. ഉടുപ്പും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിപ്പിക്കുകയാണ്. ഇനി കേക്ക് കട്ടിങ്ങും മറ്റു കാര്യങ്ങളുണ്ട്. ബാ നോക്കി പോവാം. അങ്ങനെ കേക്കായി, ഡ്രസ്സായി, എന്തോ വേണം. ആരാധ്യ ഇവിടെ? ആരാധ്യ എങ്ങനത്തേത്? അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ വീട്ടിലെത്തി. ആർഷ് ഓൾറെഡി ഡ്രസ്സെല്ലാം മാറി സെറ്റായിട്ടുണ്ട്. കുറച്ച് ആൾക്കാരും കൂടെ വരാനുണ്ട്. അവരെല്ലാം വന്നിട്ട് കേക്ക് മുറിക്കും. കേക്ക് മുറിക്കാനുള്ള നമ്മുടെ ടേബിളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതാ വെളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ പറഞ്ഞു. എന്തുവാ പറ. ബർത്ത്ഡേ ഇപ്പം തുടങ്ങും. നമ്മൾ ഇതെല്ലാം എടുത്ത് വെച്ചു. അപ്പുറത്തവർ വന്നു. ഇങ്ങനെ നീളത്തെ വെക്കണം കേട്ടാ. കുത്തിയിട്ട് ഇങ്ങനെ ചെരിച്ച് വെക്കരുത്, മറിഞ്ഞു പോവും. നീളത്തെ നീളത്തെ വെക്കണം. കമിഴ്ത്തി കിടത്തണ്ട, നീളത്തെ വെക്കാൻ പാടുള്ളൂ, അല്ലെ മറിഞ്ഞു പോകും. എന്തു പറഞ്ഞേ? കൊടുക്കണം. അതിപ്പോ വരും, വരുന്നിട്ട്. ഇവരുടെ കേക്കും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. രണ്ടുപേരും
ആ കിട്ടും. Happy birthday to you. 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 നീ അപ്പം കൊടു. നീ കൊടുത്താ? ഞാൻ പിടിക്കാം, നീ ചേട്ടായിട്ടൊക്കെ പറ്റില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. മിക്കേ ഇത് കൈയോടെ കൊടുക്കാം. മുട്ടായി കൊടുക്കണേ. കൈയടിച്ചോളെ എല്ലാവരും. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഇന്നാ മുട്ടായി കൊടുക്കടി. ഗിഫ്റ്റ് കൊടുക്കുമ്പോ കൈയടിക്ക് ബാക്കിയുള്ളവര്. പോവല്ലോ. കൈയടിച്ചോ ബാക്കിയുള്ളവർ. എടുത്തോ. എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ ആണെങ്കിൽ ഫോട്ടോ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഇരിച്ചോ. അരിശയും കൂടെ നോക്കിയേ. ഏത് വീഡിയോ എടുത്താൽ അതോ? ലൈഫിൽ ഇത്തരത്തിലുള്ള സുവർണ അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. ബർത്ത്ഡേ ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും പെരുന്നാളാണെങ്കിലും അല്ലെങ്കിൽ ഓണമാണെങ്കിലും എന്തും നമ്മൾ ആഘോഷിക്കണം. കാരണം ലൈഫിൽ കിട്ടുന്ന ഏറ്റവും നല്ല മൊമെൻറ്റ്സ് ആയിരിക്കും. മാത്രമല്ല കുടുംബത്തിലെല്ലാവരും ഒത്തുകൂടുന്ന നല്ല അടിപൊളി മൊമെൻറ്റ്സ് ആയിരിക്കും ഇത്തരം മൊമെൻറ്റ്സുകൾ.
കുറേ അധികം ഫോട്ടോസ് എടുത്തു, കുഞ്ഞുങ്ങളായിട്ടുള്ളതും അവരുടെ ഫാമിലി പിക്കും, പിന്നെ എൻ്റെ കൂട്ടുകാരനും ഭാര്യയും അവൻ്റെ മക്കളുമായിട്ടുള്ള ഫോട്ടോസും എല്ലാം കുറേ അധികം ഫോട്ടോസ് എടുത്തു. അതിനുശേഷം ചേച്ചി എല്ലാവർക്കും ഒരുപോലെ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ഇത്. എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയത് എൻ്റെ വലിയ ഭാഗ്യമാണ്. കാരണം ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം ഒരു എനിക്ക് തോന്നുന്നൊരു ഏകദേശം ഒരു 8-9 വർഷമായിട്ടുണ്ടാകും ഞാൻ ഇങ്ങനത്തെ ഒരു ഫങ്ഷൻസൊക്കെ പങ്കെടുത്തിട്ട്. ഇത്രയും നല്ലൊരു മൊമെൻറ്റ്സ് ലൈഫിൽ കിട്ടുന്നത് വളരെ ഭാഗ്യമാണ്. എന്തായാലും എന്നെ ക്ഷണിച്ചതിനും എന്നെ പരിഗണിച്ചതിനും എൻ്റെ കൂട്ടുകാരനും ഫാമിലിക്കും ഒരുപാട് നന്ദി പറയുന്നു. എനിക്കൊരു വളരെ സുവർണാവസരമായിരുന്നു ഇത്. പിന്നെ ആ ഫാമിലിയിൽ എല്ലാവരെയും എനിക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ടും നല്ല അടിപൊളി ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം. അതിനുശേഷം ഓരോരുത്തരായിട്ട് കേക്ക് കട്ട് ചെയ്ത് ചേച്ചി കൊടുക്കുകയാണ്. ഓരോരുത്തരും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഡേ തന്നെയായിരുന്നു എനിക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടം എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും ടാറ്റാ ബൈ ബൈ. എല്ലാവരും ബൈ പറഞ്ഞേ. ബൈ.